സന്നിധാനത്ത് ആദ്യ മണിക്കൂറുകളിൽ തന്നെ നല്ല തോതിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം പമ്പയിൽ നിന്ന് തന്നെ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. 5000-ലേറെ പേരാണ് ഓരോ മണിക്കൂറിലും ശബരിമല 18-ാം പടി കയറുന്നത്. 5400-ലേറെ പേർ കയറുന്നു എന്നാണ് ആദ്യ മണിക്കൂറുകളിലെ കണക്ക്. അതോടൊപ്പം ഇന്നലെ നിലയ്ക്കൽ അടക്കമുള്ള മേഖലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി 3-4 മണിക്കൂറോളം നേരം തീർത്ഥാടകരെ തടഞ്ഞ് നിർത്തിയിരുന്നു. കാരണം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള തിരക്ക് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പമ്പയിൽ നിന്നും ഇന്നലെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. അതിൻ്റെ ഭാഗമായി പമ്പയിൽ ഇന്നലെ വൈകിട്ടുള്ള ദർശനത്തിനെത്തിയ ആളുകളെ നിയന്ത്രണ വിധേയമായാണ് കടത്തിവിട്ടിരുന്നത്. ഇന്നും സ്ഥിതി വ്യത്യാസമില്ല. വീക്ക് ഡേയ്സ് ആയിട്ടും അതായത് പ്രവൃത്തി ദിവസങ്ങളിൽ പോലും തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 1 ലക്ഷത്തിലേറെ പേർ ഓരോ ദിവസവും സന്നിധാനത്ത് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്, കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ ആളുകൾ മരക്കൂട്ടം വഴി ശരണപാതകൾ വഴി തന്നെയാണ് വരുന്നത്. വനപാതകളിലൂടെയുള്ള ആളുകളുടെ എണ്ണം പൊതുവെ ചുരുക്കമാണ്. അതേസമയം തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്നാണ് അവരിപ്പോൾ പറയുന്നത്. ആദ്യ ദിവസങ്ങളിലെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴില്ല. സേലം, തമിഴ്നാട്, சேலம். எப்படி இருந்தது உங்களுக்கு? ரொம்ப கூட்டமாக தான் இருக்குது. எங்கேல இருந்தது? பம்பையிலேருந்தே கூட்டமாக தான் இருக்குது. எவ்வளோ நேரம் அங்கே இங்கேருந்து கிட்ட பார்த்தீங்கன்னாக்கா 3 மணிக்கே இருந்தோம். நிப்பாட்டி வச்சிருக்காங்களா? ஆமாம், அங்கங்கே நிப்பாட்டி விடுறாங்க. 3 மணிலேருந்தே வரோம். எவ்வளோ வாட்டி நிப்பாட்டி இருக்கு? கிட்டத்தட்ட பார்த்தீங்கன்னாக்கா ஒரு 6 மணி நேரம் ஆகிப்போச்சு. 3 மணிலேருந்து இப்போ மணி 9 ஆகுது இல்லை. காலையில் எந்த டைமில் நீங்கள் வந்து? 12 மணிக்கு வந்துட்டோம் பம்பைக்கு. நைட்ல? ஆமாம், நைட்டு 12 மணிக்கு. 12 மணி அங்கேயும் ஃபுல்லாக கூட்டம், எல்லாமே வண்டி ஃபுல்லாக வண்டி, ஏகப்பட்ட கூட்டம் அன்னைக்கு வந்து. எவ்வளோ பேர் இருந்தீங்க? நாங்கள் 22 பேர். ஆமாம், பஸ் டிராவல்ஸ். நாமக்கல், சேலம். ஆமாம். திருச்சிராப்பள்ளியிலிருந்து கனகராஜ சுவாமிகள். நல்லா ஏற்பாடெல்லாம் நல்லா பண்ணி வச்சிருக்காங்க ஐயப்பா. ஆனா அந்த கூட்ட நெரிசல் அதிகம், அவங்களால சமாளிக்க முடியல. இருந்தாலும் அந்த அடைச்சு விடுறப்ப எங்களை மாதிரி வயசானவங்க தள்ளி விட்டு கால் கையெல்லாம் அடி வாங்கி தண்ணி கொடுக்க சொல்லுங்க. தண்ணி எங்கேயுமே இல்லை, தண்ணி இல்லை சாமி. தண்ணி ரொம்ப கஷ்டம், தண்ணிக்கு ரொம்ப கஷ்டமா இருக்கு. பேசிக் அம்யூனிட்டிஸ், பாத்ரூம், லெட்டின் பாத்ரூம், ரெஸ்ட் ரூம் இல்ல, குடிக்கிறதுக்கு தண்ணி இல்ல. பேசிக் அம்யூனிட்டிஸ் மட்டும். அந்த மூலிகை வாட்டரை தவிர வேற எங்கேயும் தண்ணி சப்ளை இல்லை. அதை கொஞ்சம் சிறப்பாக பண்ண சொல்லுங்க, அடுத்து வர்ற ஆளுங்களுக்கு சௌகரியமா இருக்கும். நியூஸ் 18. ಥ್ಯಾಂಕ್ ಯು. ಶರಣಮಯ್ಯ. ನಾವು ಕರ್ನಾಟಕ ಚಿಂತಾಮಣಿಯಿಂದ ಬಂದಿದ್ವಿ. ರಾತ್ರಿ 12 ಗಂಟೆಗೆ ಪಂಪಾಗಿ ಬಂದಿರೋದು. ಇಷ್ಟೊತ್ತಿಗೆ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದು ಸ್ವಾಮಿ, ವಿಪರೀತ ಸ್ವಾಮಿಗಳು ಬಂದಿದ್ದಾರೆ. ನಮ್ಮ ಪೇರ ಬೈರಾರೆಡ್ಡಿ. ఇప్పుడు రాత్రి 12 గంటలకు పంపా వచ్చింది సార్. ఇప్పుడు ఇక్కడ వచ్చినాం. ஃபுல்லு ரஷ் இருக்கு சாமி. கூட்டமாக இருந்தாலும் கவர்மெண்ட்ல நல்லா ஒர்க் பண்ணுங்க, நல்ல முறையில் இருக்குது, நல்ல பாதுகாப்பு. அரசாங்கம் குட். ஓகே, நோ ப்ராப்ளம். സൂപ്പർ സാങ്, എല്ലാമേ ഗുഡ്. അതാണ് തിരുച്ചിറപ്പിൽ നിന്നും അതുപോലെ സേലത്തു നിന്നുള്ള തീർത്ഥാടകർ പറയുന്നത്. വേണ്ടത്ര വെള്ളം ലഭിക്കുന്നില്ല, പക്ഷേ മൂലി വാട്ടർ എന്നവർ പറയുന്നത്, അതായത് ചുക്കുവെള്ളമല്ല ലഭിക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അതേസമയം പല സ്ഥലങ്ങളിലും അധികമായിട്ട് ആളുകളുണ്ട്. നിയന്ത്രണത്തോടു കൂടിയാണ് ആളുകൾ വിടുന്നത്. ഇന്നലെ രാത്രി 12 മണിക്ക് എത്തിയ ആളുകളാണ് ഇപ്പോൾ സന്നിധാനത്ത് എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തരത്തിൽ തിരക്ക് നിയന്ത്രിച്ചും, എന്നാൽ അതേസമയം ഇപ്പോൾ സാധ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ദേവസ്വം ബോർഡും പോലീസും അടക്കമുള്ള ആളുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് റവദ ചന്ദ്രശേഖർ DGP ഇവിടെ സന്ദർശനം നടത്തിയത്. പുതിയ പോലീസ് സംഘം ചുമതലയേൽക്കുകയുണ്ടായി. ആദ്യഘട്ടത്തിലെ ആളുകൾ മാറുകയും രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ആളുകൾ ചുമതലയേൽക്കുകയും ചെയ്ത് അതിനുശേഷമുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ളത്. എന്നാലും സുരക്ഷാ ക്രമീകരണങ്ങളും ഒപ്പം തന്നെ ഭക്തർക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്.